അവർ ആ കുട്ടികൾ ഈ ചുവപ്പും വെള്ളയും ഡ്രസ്സിട്ട് സാന്താക്ലോസിന് തൊപ്പി വെച്ചതിന് അവിടെ ചെന്ന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയത് ഇത്രയും ചെറിയ കുട്ടികളോടാണോ ഇതൊക്കെ കാണിക്കേണ്ടത് എന്ന പ്രശ്നം കൂടിയുണ്ട് അതിനകത്ത്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. ഇപ്പൊ ക്രിസ്മസ് തടസ്സപ്പെട്ടത് മധ്യപ്രദേശിലോ ഒറീസയിലോ ജാർഖണ്ഡിലോ ഒന്നുമല്ല. അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ പണ്ട് പത്രത്തിലൊക്കെ കണ്ടു. ഇപ്പൊ കേരളത്തിലും ക്രിസ്മസ് ഒക്കെ തടയാം എന്ന നില വരുന്നത് സന്തോഷകരമാണോ? ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. പാലക്കാട്ടത്തെ സംഭവമാണെങ്കിലും ഇപ്പൊ ഈ ക്രിബ് പൊളിച്ച വിഷയത്തിലും ഒന്നും അത് അത്ര ചെറുതായി കാണാവുന്ന ഒരു വിഷയമാണ് എന്ന് ഞാൻ പറയുന്നില്ല. വെറുതെ കിടന്ന് ഉരുളാദാശനെ ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? അപ്പൊ അതും ഇതും പറയാതെ മുക്കിയും മുടിയും മറുപടി തന്നാൽ ക്രൈസ്തവ വിഭാഗം എല്ലാം അങ്ങ് കേട്ടുകൊള്ളും എന്ന് കരുതുന്നത് തെറ്റ് തന്നെ. ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. മുനമ്പം മാതിരി ഒരു വിഷയം 10-600 പേരുടെ കുടുംബ പ്രാരാബ്ധത്തോടെ വഴിയിൽ ഇറങ്ങുന്ന ഒരു അനുഭവം ഉണ്ടായിട്ട് കണ്ണാക്കിൽ ഒട്ടിപ്പോയ സുമുഖരായ 2 ചെറുപ്പക്കാരാണ് എന്റെ ഈ പാനലിൽ എന്റെ കൂടെ 2 പേരിരിക്കുന്നത്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ഇന്നത്തോടെ ഈ കണിക്കൊരു തീരുമാനമാകും. അവര് VHP എന്ന് കേട്ടതോടുകൂടി പുലിവേഷത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ KRP, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. താങ്കള് മോഹൻലാലിന്റെ അക്കരെ 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 സിനിമ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല, പക്ഷെ കണ്ടാൾ ഇതേം ബാക്കിലെന്നോട് പറഞ്ഞു. അതിൽ ശ്രീനിവാസൻ മോഹൻലാലിനോട് പറയുന്നുണ്ട്, തല്ലിക്കോ, എത്ര വേണമെങ്കിലും തല്ലിക്കോ എന്ന് പറഞ്ഞതുപോലെ ശ്രീ കെന്നഡി കരിമ്പുംകാലായിൽ VHPയോട് പൊളിച്ചോ, എത്ര വേണമെങ്കിലും പൊളിച്ചോ. ഇങ്ങനെയൊക്കെ വിധേയത്വം കാണിക്കേണ്ട കാര്യമുണ്ടോ? മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. BJP നേതാവിനേക്കാൾ കൂടുതൽ വർഗീയമായ മനസ്സോടുകൂടെ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് ആരാണ്? അണ്ണാക്ക് പരിശോധകനായിട്ടുള്ള RSSന്റെ കാല് കഴുകിയ വെള്ളമേ കുടിക്കൂ എന്ന് താല്പര്യമുള്ള ചില ആളുകൾ ഈ ചർച്ചയിൽ വന്നിരിക്കില്ലേ? അവർ പറയുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് മുനമ്പത്തെ കുറിച്ച് പറയുന്നില്ല? ഞങ്ങൾ മുനമ്പത്തെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങളുടെ നാവ് ഒട്ടിപ്പോയോ? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും ഭീഷണിപ്പെടുത്തി ക്രിസ്മസ് ആഘോഷത്തെ റദ്ദ് ചെയ്യാൻ ശ്രമിച്ച സംഘപരിവാർ രാഷ്ട്രീയത്തെ അവരുടെ കാല് കഴുകിയ വെള്ളം കുടിക്കാൻ ഞങ്ങളുണ്ട് എന്ന് അപൂർവം ചില ഇനങ്ങൾ, കാസ പീസ പോലെ അപൂർവം ചില ഇനങ്ങൾ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. മുതലും പലിശ ചേർത്ത് കിട്ടി. ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളൂ. പ്രസംഗമൊന്നും ഇവിടെ നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി. അത് നിങ്ങളെ വീട്ടിൽ നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.